നിങ്ങളുടെ കുട്ടിക്ക് അഡിനോയിഡിന്റെ പ്രശ്നമുണ്ടെങ്കിൽ സർജറി മാത്രമാണോ ഓപ്ഷൻ ഉള്ളത്, അല്ലെങ്കിൽ സർജറി ഇല്ലാതെ ഇതിനെ എങ്ങനെ പരിഹരിക്കാം? നമുക്ക് ഈ 3 കാര്യങ്ങളിലൂടെ അതൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ അഡിനോയിഡ് ഹൈപ്പർട്രോഫിക്കും സർജറി അത്യാവശ്യം അല്ല. ഇത് അതിനുള്ള എന്താണ് അഡിനോയിഡ് വീക്കം ഉണ്ടാവാനുള്ള കാര്യങ്ങൾ എന്നുള്ളത് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കാര്യം, സ്ഥിരമായി വരുന്ന അലർജി കുട്ടിക്ക് അഡിനോയിഡിന്റെ പ്രശ്നം ഉണ്ടാക്കും. രണ്ടാമത്തെ കാര്യം, റിക്കറന്റ് ആയിട്ടുള്ള കോൾഡ്, ജലദോഷം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ അഡിനോയിഡിനെ ബാധിക്കും. മൂന്നാമത്തെ കാര്യം, സ്ഥിരമായി വരുന്ന ഇൻഫെക്ഷൻസ് ഇതിന് ഒരു പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഈ 3 കാര്യങ്ങൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അഡിനോയിഡിന്റെ ഹൈപ്പർട്രോഫി കുറെയൊക്കെ കൺട്രോൾഡ് ആവുകയും അത് സർജറിയിലേക്ക് ഇല്ലാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, അലർജി സ്ഥിരമായി നിൽക്കുന്ന സമയത്ത് കുട്ടികളുടെ അഡിനോയിഡിന്റെ സൈസ് വലുതാവുകയും രാത്രി ഉറക്കത്തിൽ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ഇതിന് കൃത്യമായിട്ട് അലർജിയുടെ മെഡിക്കേഷൻ നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. കാരണം ഈ അലർജി കൺട്രോൾഡ് ആവുമ്പോൾ തന്നെ കുട്ടിയുടെ അഡിനോയിഡിന്റെ പ്രശ്നം കുറഞ്ഞു വരും. മൂന്നാമത്തെ കാര്യം, ആവി പിടിക്കുക അല്ലെങ്കിൽ സ്റ്റീം ഇൻഹലേഷൻ, ഒപ്പം സലൈൻ നേസൽ റിൻസ് ചെയ്യുക. മൂക്കിൽ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടതിന് ശേഷം നേസൽ റിൻസ് ചെയ്തു കഴിഞ്ഞാൽ ആ കട്ടിയായി നിൽക്കുന്ന കഫം പുറത്തേക്ക് വരും. ആ അടഞ്ഞിരിക്കുന്ന മൂക്ക് കുറച്ചൊന്ന് തുറക്കാനും സഹായിക്കും. ഇത് ചെയ്യുമ്പോൾ തന്നെ കുട്ടിയുടെ ഹൈപ്പർട്രോഫി കൺട്രോൾഡ് ആയി വരും. നിങ്ങളുടെ കുട്ടിക്ക് അഡിനോയിഡിന്റെ പ്രശ്നമുണ്ടെങ്കിൽ അതിന് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നുള്ളത് താഴത്ത് കമന്റ് ചെയ്യുക. അതുപോലെ അലർജിയെ പറ്റി കൂടുതൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.